ലക്ഷ്മി പ്രിയയ്ക്ക് ജോലി തരുന്നത് ആരാണ്? ഉദയനോ നന്ദനയോ ആണോ? അല്ല, ഈ ചേച്ചിയാ. അപ്പോൾ ഈ ചേച്ചിയാണ് കുട്ടിയുടെ സ്പോൺസർ, അതായത് കാണപ്പെട്ട ദൈവം. ആത്മാർത്ഥത വേണ്ടത് ബിസിനസ്സിനോടോ ജോലിയോടോ അല്ല, ഈ കാർത്തിക ചേച്ചിയോട് മാത്രമാണ്. മറ്റുള്ളവരോട് റെസ്പെക്ട് ഉണ്ടെന്ന് അവർക്ക് തോന്നണം. എന്നാൽ പഴുത് കിട്ടുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതെന്റെ ജോലിയെ ബാധിക്കില്ലേ? ബാധിക്കും. ലക്ഷ്മിപ്രിയ ഞങ്ങൾ പറയുന്നത് പോലെ നിന്നില്ലെങ്കിൽ ജോലിയെ ബാധിക്കും. അല്ലെങ്കിൽ നിനക്ക് ഭാവിയിൽ ഗുണമുണ്ടാവും. അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് മാനേജറായിട്ട് ഉയരാം. പിന്നെ ലക്ഷ്മിപ്രിയ ഓൾ ഇൻ ഓൾ ആയിട്ട് അങ്ങ് മാറത്തില്ലയോ? അതിനനുസരിച്ചുള്ള ശമ്പളവും അങ്ങ് കൂട്ടിക്കൊടുക്കും, അല്ലേ കാർത്തികേ? പിന്നെ അല്ലെങ്കിൽ തന്നെ കമ്പനി പറയുന്നതല്ലാതെ ഒരു തുക മാസം തോറും ഞാൻ കൊടുക്കുമല്ലോ. ഓ, ഇനി അതല്ല, കാല് മാറിയാൽ ഈ അന്തരീക്ഷവും മാറും. പിന്നെ മാറാൻ കുട്ടിക്ക് കാലുകൾ ഉണ്ടാകില്ല. എന്തു പറയുന്നു? ഞങ്ങളുടെ ആളായി കൂടെ നിൽക്കാമോ? നിൽക്കാം. എന്നെ രക്ഷപ്പെടുത്തിയ മാത്രം മതി. രക്ഷപ്പെടുത്തുമല്ലോ. ഈ സാറ് ഗ്യാരണ്ടി. ഇനി ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അതിന് ലക്ഷ്മിപ്രിയെ വിളിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വരും. അന്നേരം കാണുമ്പോ മുൻപരിചയം കാണിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി. എന്നാ കുട്ടി പോയിക്കോളൂ. താങ്ക് യു സർ. ഓക്കെ, കാണാം. രാഹുലൊക്കെ നോക്കിയില്ലേ ഉദയ? അല്ല, എവിടെ കാർത്തിക? കാർത്തികേ, കാർത്തികേ. അല്ല, ഇതെവിടെ പോവാനാ? അസലായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ, കല്യാണത്തിന് പോകുന്ന പോലെ. എങ്ങും പോകാനല്ല, ഇന്റർവ്യൂ നടക്കല്ലേ. അതിൻ്റെതായ അന്തസ്സിൽ നമ്മൾ ഇരിക്കണ്ടേ? വേണം വേണം, തീർച്ചയായിട്ടും വേണം. വന്നോളൂ കുട്ടി. ഇരിക്കൂ കുട്ടി. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? ഇന്നത്തെ ഈ ഇന്റർവ്യൂ പരിപാടിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഒരൊറ്റ സങ്കടമേ ഉള്ളൂ, എൻ്റെ വസുന്ധരമായി ഇല്ലല്ലോ. ആ മഹനീയ സാന്നിധ്യത്തിന്റെ അഭാവത്തിൽ ഈ ഇന്റർവ്യൂ നടത്തേണ്ടി വന്നു. യതിയേട്ടനും ഇല്ല. യതീന്ദ്രൻ ഗൾഫിലേക്കല്ലേ പോയത്, അല്ലാണ്ട് മുകളിലേക്കല്ലോ. ഉദയനും നന്ദനയ്ക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാൽ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വസുന്ധരമായി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്റർവ്യൂ സമാരംഭിക്കാം. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. വരൂ. എന്താ കുട്ടിയുടെ പേര്? ലക്ഷ്മിപ്രിയ. ഗുഡ്.
നൈസ് നെയിം. ക്വാളിഫിക്കേഷൻ ബികോം വരെ പഠിച്ചു മാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ചെയ്തു സർ. സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. നല്ല മാർക്സ് ഉണ്ടല്ലോ. ഹയർ സ്റ്റഡീസിന് എന്താ പോവാതിരുന്നത്? അത് അച്ഛൻ മരിച്ചു. ഓ, സർട്ടിഫിക്കറ്റ് ഞാൻ നോക്കിയില്ല. +2 കഴിഞ്ഞിട്ടാണോ ബികോമിന് ചേർന്നത്? എന്റെ ദൈവമേ. അതെ മാം. അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യാൻ കുട്ടിക്ക് ഇഷ്ടമാണോ? ആ, ഇവിടെ വർക്ക് ചെയ്യുമ്പോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഓഫർ വന്നാലോ? ഇവിടുന്ന് അനുവാദം തരാതെ ഞാൻ എവിടെയും പോവില്ല സർ. സത്യസന്ധതയോടെ ജോലി ചെയ്യണം. ആരുടെ ഏജന്റായി പ്രവർത്തിക്കാൻ പാടില്ല. ശരി മാഡം. ആദ്യത്തെ 3 മാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഓക്കെ ആണെങ്കിൽ പിന്നീട് സ്ഥിരമാക്കും. നേരത്തെ പറഞ്ഞ സാലറി തരും. ശരി മാഡം. എങ്കിൽ ലക്ഷ്മി ഗോപാലസ്വാമി. അയ്യോ, ലക്ഷ്മി ഗോപാലസ്വാമി എന്നല്ല, ലക്ഷ്മി പ്രിയ എന്നാ പേര്. ഓ, ലക്ഷ്മി പ്രിയ എങ്കിൽ അങ്ങനെ. കുട്ടി പോയിക്കൊള്ളൂ. വിവരം നാളെ ഫോൺ ചെയ്ത് അറിയിക്കാം. ആ, താങ്ക് യു സർ. എങ്ങനെയുണ്ട് ഉദയ? അസിസ്റ്റന്റായി ഈ കുട്ടി ചോദിക്കുവോ? കണ്ടിട്ട് കുഴപ്പമില്ല. ഡിസിപ്ലിൻ ഉള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. എടുക്കാമെന്നാ എന്റെ അഭിപ്രായം. ഇന്റർവ്യൂവിന് ഒന്നാമതായി നമ്മൾ വിളിച്ചു വരുത്തിയ കാൻഡിഡേറ്റ് അല്ലേ? പേരും ഐശ്വര്യമുള്ളതാ, ലക്ഷ്മി പ്രിയ. ഷക്കീല എന്നായിരുന്നു പേരെങ്കിലോ? വേണ്ടെന്ന് പറയുവോ? ഇല്ലല്ലോ. ഈ പേരിലൊന്നും യാതൊരു കഥയില്ലേ കാർത്തികേ. കുട്ടി കൊള്ളാവോ? അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കൂടുതൽ ആലോചന വേണമെന്നില്ല. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് ഈ കുട്ടിയെ പോസ്റ്റ് ചെയ്യാം. ആ, അങ്ങനെ അത് പാസ്സായി. എന്നാ നമുക്ക് അടുത്ത ആളെ അങ്ങോട്ട് വിളിച്ചാലോ? എന്താ? നീ എന്താ ഇപ്പ വന്നത്? മനുഷ്യൻ നിന്നോടാ ചോദിച്ചത്. വരാൻ എന്നോട് പറഞ്ഞിരുന്നു, അതാ വന്നത്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടാ മനീഷ് വന്നത്. ഇന്നിവിടെ ഇന്റർവ്യൂവിനിടയ്ക്ക് മനീഷ് അപ്പുറത്ത് പോയി വെയിറ്റ് ചെയ്യും. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അയാളോട് വരാൻ പറഞ്ഞത്. ഉദയ, അതെങ്ങനെയാ ശരിയാവുക? ശരിയാവും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ കുറച്ചു ദിവസം മനീഷ് ജോലി ചെയ്യുമ്പോൾ അറിയാലോ. നന്ദനയുടെ ആങ്ങളെയല്ലേ, എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ആങ്ങളെ ആയതുകൊണ്ട് തന്നെയാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഛേ, അത് മനീഷിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നത് എങ്ങനെയാ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരാളുടെ അവസരം നിഷേധിക്കുന്നത് ശരിയല്ല, അത് ന്യായമല്ല. ജോലിക്ക് നിയമിക്കുകയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്ത് നന്ദേച്ച് ഞെട്ടിക്കും. ഇതെന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. പക്ഷെ മനീഷ്, ഈ വിഷയത്തിൽ ഒരു തർക്കം വേണ്ട നന്ദനെ. അനിയനോട് പക്ഷഭേദം കാണിച്ചു എന്ന് ആരും കുറ്റം പറയത്തില്ല.
ഉദയനാണല്ലോ അനിയനെ വിളിച്ചു വരുത്തിയത്. നിങ്ങളല്ലാതെ ആരാ മനീഷിന് ചാൻസ് കൊടുക്കുന്നത്? പയ്യനെ മിടുക്കനായിട്ട് അങ്ങോട്ട് വരട്ടെ. അതാ ഞാനും പറയുന്നത്. തിങ്കളാഴ്ച വരാൻ മനീഷ് റെഡിയല്ലേ? അതെ. എങ്കിൽ പിന്നെ അങ്ങനെ തീരുമാനിക്കാം. ശരി, എന്നാ പോയിട്ട് വരാം. നന്ദേജി, ഡേ, ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും വരില്ല. അക്കാര്യത്തിൽ ടെൻഷൻ വേണ്ട. എന്നാ പോട്ടെ. ഇനി നമുക്ക് അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്. വിളിച്ചാലോ? സാരമില്ല നന്ദിനെ, മനീഷ് കറക്റ്റ് ആവുമായിരിക്കും. അതേന്ന്. എന്നാ പിന്നെ നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? എന്താ? അത് ശരി. ഓ, എക്സ്ക്യൂസ് മീ. യെസ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. പേര് പറയൂ. സ്റ്റെല്ല. ആ ഫയൽ അങ്ങോട്ട് കൊടുക്കൂ സ്റ്റെല്ല. അക്കൗണ്ടൻസിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. അതെ സർ. നോക്കട്ടെ. ഈ ജോലിയുടെ ഡീറ്റെയിൽസ് അറിയാനായി ഇയാളാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചതല്ലേ? അതെ മാഡം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ സെയിലില്ലല്ലോ. സോറി മാഡം, നാളെ സീല് വാങ്ങി വരാം. കാർത്തികേച്ചി, എനിക്ക് കാണണ്ട. അതെന്ത് പണിയാ കാർത്തികേ? ഈ കാൻഡിഡേറ്റിനെ നമുക്ക് വേണ്ട. എന്താ ചേച്ചി? വേണ്ട, അത് തന്നെയാ കാരണം. കാരണം എന്താണ് മാഡം? എന്ത് പറ്റിയെന്ന് പറയൂ കാർത്തികേ. അക്കൗണ്ടന്റായി ആണുങ്ങളാ നല്ലത്, പെണ്ണുങ്ങൾക്ക് പറ്റിയ ജോലിയല്ലത്. ഞാൻ 2 കമ്പനികളിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി നോക്കിയിട്ടുണ്ട് മാഡം. എന്നാ അത് രണ്ടും പൂട്ടി കാണും. കാർത്തിക, നമ്മൾ വിളിച്ചിട്ട് ഇന്റർവ്യൂവിന് വന്ന കുട്ടിയാ. ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? ഇല്ല, എനിക്ക് പരിചയമൊന്നുമില്ല. എനിക്കറിയാം സർ. എങ്ങനെ അറിയാം? വെറുതെ പറയുന്നതാ, അറിയില്ല. കുന്നത്തൂരെ മാനേജിംഗ് പാർട്ട്ണർ കാർത്തിക മേഡത്തെ ആർക്കാണ് അറിയാത്ത സർ? കാർത്തിക യതീന്ദ്രവർമ്മ, അങ്ങനെയല്ലേ സർ ഫുൾ നെയിം? ഉദയൻ സർ, നന്ദന മാഡം, പ്രതാപവർമ്മ സർ. മിടുക്കിയാണല്ലോ, എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. കാർത്തികയുടെ എതിർപ്പിന് മറ്റു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരെ അക്കൗണ്ടിന്റെ പോസ്റ്റിലേക്ക് പരിഗണിക്കാം. കാർത്തിക ഒരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അതങ്ങോട്ട് ഫിക്സ് ചെയ്തോളൂ ഉദയ. തിങ്കളാഴ്ച വരണം. ബാക്കി കാര്യങ്ങൾ അപ്പ പറയാം. ശരി മാഡം, താങ്ക് യു. എടി,
ഞാൻ പ്രതീക്ഷിച്ചു എവിടെ നിന്നെങ്കിലും ചാടി വീഴും കാർത്തികയെന്ന്. ആരടി നീ? എന്താ നീ ധരിച്ചിരിക്കുന്നേ? പേരാണ് ഉദ്ദേശിച്ചതെങ്കിൽ സ്റ്റെല്ല, ധരിച്ചിരിക്കുന്നത് സാരി. ഇനി അതല്ല സ്ഥാപനത്തിന്റെ കാര്യമാണെങ്കിൽ കുറച്ചു മുമ്പ് വരെ യതിയേട്ടന്റെ കാമുകി മാത്രമായിരുന്നു. ഇനി കുന്നത്തൂർ ഓഫീസിലെ അക്കൗണ്ടന്റ് ആണ്. മതി വിളഞ്ഞത്. പറ, എങ്ങനെ നീ ഇവിടെ കയറി പറ്റി? ആരാ ഇതിന്റെ പിന്നില്? കാർത്തികയും ഇന്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നല്ലോ. എങ്ങനെയാ ജോലിയിൽ കയറി പറ്റിയെന്ന് കണ്ടതല്ലേ. പിന്നിലാരെങ്കിലും ഉണ്ടോന്ന് അത് ഞാൻ പറയോ? പറയുന്നത് ശരിയാണോ? ഇന്റർവ്യൂ കഴിഞ്ഞെന്ന് വിചാരിച്ച ഞെളിയണ്ട നീ. നിന്നെ ഞാൻ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കും. വാക്കിന് വിലയുള്ള ഒരാളിവിടെയുണ്ട്, ഉദയ് വർമ്മ സർ. അനിയനെ പോലെയല്ല, ആണാണ്, നട്ടെല്ലുണ്ട്. അദ്ദേഹം നിയമിച്ച ഒരാളെ പുറത്താക്കാനുള്ള കഴിവൊന്നും കാർത്തികക്കില്ല. ഒറ്റ കൈക്ക് നീ ശരിക്കും ആരാണെന്ന് ഉദയേട്ടനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. നിന്റെ രഹസ്യവും ഞാൻ പരസ്യമാക്കും. അതോടെ തീരുമല്ലോ എല്ലാം. ഇയാളുടെ ഭർത്താവിന്റെ കാര്യത്തിലായിരിക്കും തീരുമാനം ഉണ്ടാവുക. കാർത്തികയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടു നടക്കുന്ന രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്ത്. ഒരു പൊന്മോതിരം വാങ്ങി സമ്മാനിക്കാം. എന്താ മിണ്ടാട്ടല്ലാത്തത്? ഉത്തരം മുട്ടിയോ? എന്ത് തന്ത്രം പ്രയോഗിച്ചിട്ടായാലും നിന്നെ ഇവിടെ വാഴാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ വെല്ലുവിളിക്കുന്നവള് എന്റെ കൺമുന്നിൽ ഉദ്യോഗസ്ഥയായി നടക്കുക. സമ്മതിച്ചേരുന്ന പ്രശ്നമില്ല. വെറും വെല്ലുവിളി മാത്രമല്ല, ഒരു 10 ലക്ഷം രൂപയുടെ ബ്ലാക്ക് മെയിലിംഗും ഉണ്ട്. ഇനി എനിക്ക് ആ പണം ചോദിക്കാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ ദിവസവും കാണാം. ഗഡുക്കളായിട്ടാണോ അതോ ഒരുമിച്ച് 10 ലക്ഷം രൂപയുടെ ഇടപാട് തീർക്കോ? ഗത്യന്തരമില്ലാതെ വന്നാ നിന്റെ ഇടപാട് ഞാൻ തീർക്കും. ജയിലിൽ പോയാലും വേണ്ടില്ല. കഷ്ടം, മനുഷ്യന്റെ ഓരോ ഗതികേടേ. ഓർത്തിട്ട് പാവം തോന്നുന്നു. കാർത്തിക് എന്നെ ഒരു ചുക്കും ചെയ്യില്ല. പിന്നെ ജയിലിൽ പോവാൻ കൊതിയുണ്ടെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്ത് കണ്ടിട്ടാ നീ ഞെളിയുന്നത്? ഇവിടെ ഉദ്യോഗസ്ഥയായി എന്നുള്ള അഹങ്കാരം കൊണ്ടോ? അതോർത്ത് പനിക്കണ്ട സ്റ്റെല്ലേ. നിന്നെ ഞാൻ പറപ്പിക്കും. ആ പറപ്പിക്കല് ദുബായിലേക്കാണെങ്കിൽ സന്തോഷം. എനിക്ക് യതിയേട്ടന്റെ അടുത്ത് എത്താലോ. പ്രസവം അവിടെ ആക്കായിരുന്നു. ഹിടി, കൂടുതലും എന്താ അവിടെ പ്രശ്നം? കാർത്തികേയ, വിഷയം എന്താണ്? പ്രതാപേട്ട, അത് പിന്നെ എന്താടോ? മാഡം പറയും സർ, എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചതോ? ഞാനല്ല, മാഡാണ് എന്നോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് വന്നത്. എനിക്കൊന്നും മനസ്സിലായതുമില്ല. അത് പിന്നെ പ്രതാപേട്ട, ഈ കുട്ടിയെ പോലെ മറ്റൊരാളെ എനിക്ക് പരിചയമുണ്ട്. അതൊരു ഫ്രോഡ് കേസാ. ആ പെണ്ണാണോ ഇയാളെന്നൊരു സംശയം. അതൊന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് ക്ലിയർ ആയോ? ആള് മാറിയെന്ന് മാഡത്തിന് മനസ്സിലായി. ആ ഫ്രോഡ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ മാഡത്തിനെ ഞാനും സഹായിക്കാം. ഇനി എനിക്ക് പോകാലോ? പോട്ടെ സർ. ഓക്കെ ഓക്കെ. ഇതിലെന്തോ ചിറ്റിക്കളി ഉണ്ടല്ലോ.